അപ്പച്ചി വാ നമുക്ക് കുറച്ചു നേരം പോയി സൂര്യനെ കാണാം. അപ്പൊ രാത്രി ഉറക്കം വരും. വാ. നീ ഏതാ? ഞാൻ ഏതാന്നാ? ഞാൻ പല്ലവിയാണ്. അപ്പച്ചി അടിച്ചു പോയ അപ്പച്ചി. ഞാനാണ് ശംഭു ഉത്തമന്റെ മോൻ. ശംഭു ഉത്തമൻ ഓർമ്മയില്ലേ? അപ്പൊ ഈ കൊച്ചിന് ഓർമ്മയുണ്ടോ? ഫ്രണ്ടിൽ 2 പല്ല് പോയ ആമി ഉത്തമൻ. അമ്മ അമ്മ നിന്നെ ഞാനേ എവിടെയോ കണ്ടിട്ടുണ്ടാവും. അപ്പച്ചി പ്രസവിച്ചതാ. ഞാനാ? പിന്നെ ഞാനാ? ആയിരിക്കും, എനിക്കറിയത്തില്ല. മാമ അപ്പച്ചിക്ക് ഇപ്പൊ ആരും തിരിച്ചറിയുന്നില്ല. പൈങ്കിളിയോ? അതാരാ? മക്കളെ നീയാണ് പൈങ്കിളി. നീ കള്ളം പറയണ്ട കേട്ടാ, ഞാനല്ല. ശിവനാണ്, നീയാണ് പൈങ്കിളി. അളി എന്നെ കാണണ്ട, അതൊന്നും എനിക്ക് ഇഷ്ടമില്ല. എടാ പോടാ അവിടെ നിന്ന്. നീ അല്ല ഭഗവാൻ ശിവൻ. ഭഗവാൻ ശിവൻ. അപ്പൊ കുഴപ്പം. മക്കളെ നോർമൽ ആവടാ. നോർമൽ ആവ് മക്കളെ. നോർമലാണ്. നോർമൽ ആവടാ. ആവ് മക്കളെ. ആയ മോളെ. എന്താ കേട്ടോ നിങ്ങളെല്ലാരും എന്താ ഇവിടെ? ചേട്ടൻ കുളിക്കുക? ഞങ്ങൾ ഇതുവഴി പോയപ്പോഴത്തേക്ക് വെറുതെ ഇങ്ങോട്ട് കയറിയത് മക്കളെ. മക്കളെ പോയി കളിക്കും. ചെല്ലു മക്കളെ. ഞങ്ങളിപ്പോ രാകേഷ് ജോത്സ്യനെ കണ്ടിട്ട് വരുന്ന വഴിയാണ്. ഇപ്പോഴാണ് ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായത്. എന്ത് മനസ്സിലായത്? അല്ല, ഈ ഋഷിയേഷ് അങ്കിൾ ഉണ്ടാക്കുന്ന അധിക ചെലവാണല്ലോ നിന്റെ ഈ സ്ട്രെസ്സിന് കാരണം. നിനക്ക് ഓർക്കാനില്ല മേഡം? അല്ല, ഞാനതൊന്നും ഓർക്കാറ് പോലും ഇല്ല. അങ്കിൾ എന്തെങ്കിലും ചെയ്യുന്നു അത് ഞാൻ ഓർക്കില്ല. ഉള്ളതാണ്. ഇതൊന്നും അല്ല ചേട്ടാ. എനിക്ക് വേറെ എന്തോ ഞാൻ ഒക്കാത്ത പണി ചെയ്യുന്നു, അങ്ങനെയൊക്കെ ഉള്ള തോട്ട്സ് ആണ് എന്റെ സ്ട്രെസ്സിന് കാരണം. ഒക്കാത്ത പണി ചെയ്യുന്നു. ജോലിയില് സ്ട്രെസ് വല്ലതും തന്നെ? അത് ഞാൻ പറഞ്ഞിട്ട് എന്നിട്ട് ഞാൻ അഭിനയിക്കുവാന്ന് പറയുമോ? അങ്ങനെ പറയാതിരിക്കാനല്ലേ സുമേഷിനെ കൊണ്ടുവരാതെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. നീ പറ എന്താണ്? എന്നാ അത് തന്നെയാ. എനിക്ക് ജോലി ചെയ്യുന്നത് ഭയങ്കര സ്ട്രെസ് ഉണ്ട്. ഉള്ളതാണ്. ജോലി ചെയ്യണതാ. കുട്ടി പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. എന്നാലും നമുക്കേ ഋഷിയേഷ് മാമൻ ഇവിടുന്ന് പറഞ്ഞു വിട്ട ഒരു അങ്ങനെ ഒരു പരീക്ഷണം നടത്തി നോക്കിയാലോ? ദുഷ്ടശക്തി എന്നല്ലേ പറഞ്ഞ? അല്ല വേണ്ട ചേട്ടാ, ഋഷിയേഷ് അങ്കിള് പാവം, നിന്നോട്ടെ, വിഷമമാവും. ഓ അങ്ങനെ. മക്കൾ ഇവിടെ ഇരി. എടാ ഇങ്ങോട്ട് വേണ്ട, ഒരു കാര്യം പറയട്ടെ. പോവാണ്. ഇപ്പൊ വരാം. എടാ സുമേ. എന്തടി? എടാ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. നീ ഒന്നും പറയണ്ട. കഴിഞ്ഞ 6 മാസം ഇടയ്ക്ക് 12 തൊട്ടോ നിന്നെ ചൊമ്പൂരി കഴിക്കുന്നത്. ഇതൊന്നും താങ്കളെ ശക്തി എനിക്കില്ല. എടാ നിനക്ക് ഞാൻ നഷ്ടപരിഹാരം തരാടാ. നഷ്ടപരിഹാരം എന്നൊക്കെ പറയുമ്പോ ഒരു ഭേദപ്പെട്ട എമൗണ്ട് ഞാൻ നിനക്ക് തരാം. നീ ഞാൻ പറയാനുള്ളതൊന്ന് കേക്ക്. എന്നാ പണ. അതെ, എനിക്ക് ഉറക്കമില്ലാന്ന് പറഞ്ഞതും ഭ്രാന്ത് കാണിച്ചതൊക്കെ ചുമ്മാതാടാ. അയ്യോ ആന്നോടി, എനിക്ക് മനസ്സിലായതേ ഇല്ല. നിനക്ക് മനസ്സിലായി കാണുമെന്ന് എനിക്കറിയാം. നിനക്ക് ഒടുക്കത്തെ ബുദ്ധിയാണല്ലോ. ഇവക്കെ തരികട പരിപാടിയൊക്കെ ഞാൻ മണത്ത് കണ്ടുപിടിക്കും. എടാ ഇപ്പൊ നീ കണ്ടുപിടിച്ചതല്ല പ്രശ്നം. ചേട്ടനും ശിവേട്ടനും ചെറിയൊരു ഡൗട്ട് വന്നിട്ടുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് കാണും. എടി അമ്മാതിരി ഓവർ ആക്ടിങ് എല്ലാരും കൂടി കിളിഞ്ഞ് അവിടെ കാണിച്ചേ. അതെ അല്ലേ? എനിക്കും തോന്നി. എന്ത് ചെയ്യാനാടാ, ഗതികേട് കൊണ്ടാ. ആ ഓഫീസിലേക്ക് എനിക്ക് പോകാൻ വയ്യ. ഞാൻ തൊടുന്നതെല്ലാം അബദ്ധമാവുക. എനിക്ക് പറ്റുന്നില്ല, അതുകൊണ്ടാ. എടി നിനക്കിത് ചേട്ടനടുത്ത് മാന്യായിട്ടങ്ങ് പറഞ്ഞാൽ പോരായിരുന്നോ? എടാ ഞാൻ പറയാവുന്ന രീതിക്ക് എല്ലാം ചേട്ടനോട് പറഞ്ഞു നോക്കി. ചേട്ടൻ ഒരു കാണിച്ചോരയില്ലടാ. ചേട്ടൻ മൈൻഡ് ചെയ്യുന്ന പോലും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യേണ്ടി വന്നേ. അല്ല ഇനിയിപ്പോ ഞാൻ എന്തോ ചെയ്യണമെന്ന് നമ്മള് പറഞ്ഞു വരുന്നേ? അത് ഞാൻ പറഞ്ഞുതരാം. നിനക്ക് എന്നെ ഡൗട്ട് ഉണ്ട് എന്നാണ് അവർക്ക് നന്നായിട്ട് അറിയാലോ. അപ്പൊ നീ അവരോട് ചെന്ന് പറയണം, ശരിക്കും എനിക്ക് ഉറക്കമില്ല, എനിക്ക് ഭയങ്കര ജോലി സ്ട്രെസ് ആണ്, ഇനി കിളീനെ ജോലിക്ക് വിടണ്ട, പാവം കിളി എന്നൊക്കെ നീ പറയണം. അപ്പൊ അവരത് വിശ്വസിക്കും. പക്ഷെ ഒരുപാട് പൈസ ആവും, നീ അത് താങ്ങത്തില്ല. എടാ എന്റെ കയ്യിൽ ബാക്കിയുള്ള പൈസയൊക്കെ ഞാൻ നിനക്ക് തരാം. നീ ഒന്ന് ചെയ്തതാ. പക്ഷെ ചെയ്തുതരാം, പൈസ നീ താങ്ങത്തില്ലെന്ന്. ഞാൻ പറഞ്ഞില്ല നിന്റെ കയ്യിൽ ബാക്കിയുള്ള പൈസ തരാന്ന്. ഇല്ലാന്നുണ്ടെങ്കിൽ നിന്റെ കർണത്തടിച്ച എന്റെ പൈസ പോലും ഞാൻ തരൂല കേട്ടോ. എടി ചെയ്യുന്നില്ലെന്ന് ഞാൻ പറയുന്നത്. നീ സമാനപ്പെട്ട് നമുക്ക് സെറ്റ് ആക്കാം. പക്ഷേ പെട്ടെന്ന് കാര്യം മാറുകയും അവർക്ക് ഡൗട്ട് ആവും. എടാ നീ അവരെ വിശ്വസിപ്പിക്കണം. അവിടെയാണ് നിന്റെ കഴിവ്. ആ കഴിവിനാണ് ഞാൻ ചൊള അങ്ങോട്ട് എണ്ണി തരാൻ പോണേ. എന്നാ പിന്നെ വിശ്വസിപ്പിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. ചേട്ടനല്ല അളിയനെ നമ്മൾ സെറ്റ് ആക്കാം. ശരി.